നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് വെച്ച് സസ്പെൻഡ് ചെയ്യേണ്ടി വന്ന മത്സരമാണ്. പക്ഷെ അതൊന്നും അൽ അഹ്ലിക്ക് മേൽ പാൽമെറാസിന്റെ വിജയം തടഞ്ഞില്ല. ബ്രസീൽ ക്ലബ്ബുകളുടെ തേരോട്ടം തുടരുകയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ. ഇന്നലെ ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹ്ലിയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പാൽമെറാസ് പരാജയപ്പെടുത്തി. പാൽമെറാസിന്റെ ഗോൾ കണ്ടെത്തിയത് ലോപ്പസ് ആയിരുന്നു. ശേഷിക്കുന്ന ഗോൾ അൽ അഹ്ലി താരത്തിന്റെ ഓൺ ഗോളായിരുന്നു. മത്സരത്തിൽ പാൽമെറാസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിക്ടർ റോക്കും എസ്റ്റവായോയും വെയ്ഗയും ടോറസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് അബു അലിയും ട്രെസഗയും സെയ്ദുമൊക്കെ ചേർന്നുകൊണ്ടാണ് അൽ അഹ്ലിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മത്സരത്തിൻ്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിലാണ് അബു അലിയുടെ ഓൺ ഗോൾ ഇറക്കുന്നത്. ആ ഗോളിന് പാൽമെറാസ് മുന്നിലെത്തി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അത് സംഭവിച്ചു. പിന്നാലെ 10 മിനിറ്റുകൾക്ക് ശേഷം ഗോൾ പിറക്കുന്നു. ഹോസെ മാനുവൽ ലോപ്പസിന്റെ ഗോൾ. ആ ഗോളോടുകൂടി ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം സ്വന്തമാക്കുകയായിരുന്നു പാൽമെറാസ്. നിലവിൽ 2 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് ഗ്രൂപ്പ് എയിൽ പാൽമെറാസ് 1-ാം സ്ഥാനത്താണ്. ഇന്റർ മയാമിക്കും 4 പോയിന്റുകളുണ്ട്. അടുത്ത മത്സരം ഈ 2 ടീമുകൾ നേർക്ക് നേരാണ്. ഏതായാലും ക്ലബ്ബ് വേൾഡ് കപ്പിലെ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ കുതിപ്പ് തുടരുകയാണ്. ആകെ 5 മത്സരങ്ങളാണ് അവർ കളിച്ചത്. എല്ലാ ക്ലബ്ബുകളുമായിട്ട് 5 മത്സരങ്ങൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീൽ ക്ലബ്ബുകൾ കളിച്ചപ്പോൾ 3 വിജയവും 2 സമനിലയുമാണ്. 6 ഗോളുകൾ അടിച്ചു. ഒറ്റ ഗോളും മാത്രമാണ് ബ്രസീൽ ക്ലബ്ബുകൾ കൺസീഡ് ചെയ്തത്. അപരാജിത കുതിപ്പ് അവർ തുടരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.